ജൂൺ ജൂലൈ മാസങ്ങളിൽ മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് വയനാട്ടിൽ സാധാരണയായി മത്സ്യക്കൊയ്ത്ത് നടക്കുക. എന്നാൽ ഇത്തവണ കാലാവസ്ഥ ചതിച്ചതോടെയാണ് മത്സ്യവിളവെടുപ്പ് നേരത്തെയായിരിക്കുന്നത്. ചിറകളും തണ്ണീർത്തടങ്ങളുമെല്ലാം വറ്റിവരേണ്ടതോടെയാണ് പൂർണ്ണ വളർച്ചയെത്തിയില്ലെങ്കിലും മത്സ്യവിളവെടുപ്പ് വയനാട്ടിൽ തകൃതിയിലായത്. ജില്ലയിൽ 150 ഹെക്ടർ വിസ്തൃതിയിൽ മത്സ്യകൃഷി നടക്കുന്നുണ്ട്. സംസ്ഥാന ഫിഷറീസിന്റെ മത്സ്യസമൃദ്ധി പദ്ധതിയിലൂടെ 3500 കർഷകർ മത്സ്യകൃഷിയിൽ വ്യാപൃതരാണ്. 2845 കർഷകർ ഫിഷ് ഫാർമേഴ്സ് ക്ലബ്ബിൽ അംഗങ്ങളായിട്ടുണ്ട്. സീസണിൽ 450 ടൺ മത്സ്യം വയനാട്ടിൽ നിന്നും വിളവെടുപ്പ് നടത്തിയിരുന്നു. എന്നാൽ ഇത്തവണ വിളവെടുപ്പ് നേരത്തെ ആയതോടെ കുറവുണ്ടായേക്കുമെന്ന് കർഷകർ ആശങ്കപ്പെടുന്നു. ഫെബ്രുവരി ആദ്യവാരം മുതൽ തന്നെ മത്സ്യവിളവെടുപ്പിന് ഇവിടെ തുടക്കമായിരുന്നു. കർഷകരെ കൂടാതെ പഞ്ചായത്തുകൾ നേരിട്ടും മത്സ്യകൃഷി നടത്തുന്നുണ്ട്. മത്സ്യകൃഷി കൂടുതൽ മേഖലയിലേക്ക് വ്യാപിപ്പിക്കാനാണ് പഞ്ചായത്തുകളുടെയും തീരുമാനം. ആദ്യഘട്ടം എന്ന നിലയിൽ ഇതിന്റെ വിളവെടുപ്പ് നടത്തിയതിനു ശേഷം കൂടുതൽ മേഖലയിലേക്ക് വ്യാപിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനം കൂടിയാണ്. ഫിഷറീസ് വകുപ്പാണ് ജലസ്രോതസ്സുകളിൽ നിക്ഷേപിക്കാനുള്ള മത്സ്യക്കുഞ്ഞുങ്ങളെ നൽകുന്നത്. മുമ്പ് ശുദ്ധജല പദ്ധതിക്ക് വയനാട്ടിൽ കാര്യമായ പുരോഗതിയൊന്നും ഉണ്ടായിരുന്നില്ല. ചുരുങ്ങിയ കാലത്തിനിടെയാണ് മത്സ്യസമൃദ്ധിയിൽ ഈ മലയോര മേഖലയും പുരോഗതി കൈവരിച്ചത്. ഇത്തവണ മത്സ്യവിളവെടുപ്പിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നടന്നതും വയനാട്ടിലാണ്. ഇന്ത്യ വിഷൻ, വയനാട്.